അസ്സലാമു അലൈക്കും. പേര് ഫർഹാൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്നത് കേട്ടു സ്വർഗരതി തെറ്റാണ് എന്ന്. ഇപ്പോൾ നിയമപ്രകാരം ഇത് ഭരണഘടന വിരുദ്ധമായിട്ടല്ലേ പറയുന്നത്? നിങ്ങൾക്കത് പറയാനുള്ള അവകാശമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സുഹൃത്ത് ചോദിച്ച ചോദ്യം, സ്വവർഗരതി തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അത് ശരിയല്ല എന്ന് പറയുന്നു. പക്ഷേ നിയമം പറയുന്നത് അത് അനുവദനീയമാണ് എന്നാണല്ലോ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞു മദ്യം അത് ശരിയല്ല എന്നിവിടെ ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു. സിന്തറ്റിക് ലഹരികളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ നിയമപരമായിട്ട് മദ്യം ശരിയാണല്ലോ. ഇവിടെ പുതിയ ബീവറേജ് ഷോപ്പുകൾ ഓരോ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്, പല വാർത്തകളും കേൾക്കുന്നുണ്ട്. അപ്പം ഇതിനർത്ഥം പിന്നെ മദ്യം അത് നിയമപരമായി ശരിയായതുകൊണ്ട് നമുക്കതിനെ എതിർക്കാൻ പറ്റില്ല എന്നാണോ? ഒരിക്കലുമല്ല. ഏതൊരു സംഗതി അങ്ങനെ തന്നെയാണ്. നമുക്ക് നിയമം ഒരു കാര്യം ഇന്നത് അനുവദനീയമാക്കുന്നത് കൊണ്ട് അതിൻ്റെ ശരിതെറ്റുകളെ പറ്റി പറയാൻ പറ്റില്ല എന്നൊന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ പല പ്രയാസങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇപ്പോൾ നിയമപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ 34 രാജ്യങ്ങളാണ് നിലവിൽ സ്വവർഗരതിയെ അല്ലെങ്കിൽ ഈ സെയിം ഹോമോസെക്ഷുവാലിറ്റിയെ നിയമപരമായി അനുവദിക്കുന്ന 34 രാജ്യങ്ങളാണുള്ളത്. അതായത് ഏകദേശം 195 രാജ്യങ്ങളാണ് നിലവിൽ ടോട്ടൽ ഉള്ളത്. 195-ലെ 34 രാജ്യങ്ങളാണ് സ്വവർഗരതിയെ വിധേയമാക്കുന്നത്. അതായത് 17% ഏകദേശം അത്രയും ശതമാനം രാജ്യങ്ങൾ മാത്രമേ നിയമപരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ നിയമപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെ പലപ്പോഴും 2000-ന് ശേഷം മാത്രമാണ് നിയമവിധേയമാക്കുന്ന പല കാഴ്ചകളും കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം നിയമം ഒരു സംഗതി ഇങ്ങനെയാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ശരിതെറ്റുകൾ നമ്മൾ വിവേക്ഷിക്കാനുള്ള ഒരു ന്യായം എന്നുള്ളത്. ഇനി സ്വവർഗരതിയെ പറ്റി നമ്മൾ പറയുമ്പോൾ കൂട്ടി വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്വവർഗരതി ചെയ്യുന്ന ആളുകൾ സമൂഹത്തിന് മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികത നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇവിടെ സദാചാരം ഉറക്കെ പറയുക എന്നുള്ളതാണ് നമ്മളെ ക്യാമ്പയിൻ. സദാചാരം ഉറക്കെ പറയുമ്പോൾ ഈ സ്വവർഗ ലൈംഗികതയിൽ ഏർപ്പെടുന്ന ആളുകൾ എന്ത് സദാചാരമാണ് നാട്ടിന് സമ്മാനിക്കുന്നത്? പഠനങ്ങൾ ശാസ്ത്രീയമായി, ഒരു മെഡിക്കൽ പ്രൊഫഷണലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ശാസ്ത്രീയമായി നമ്മൾ നോക്കുമ്പോൾ സ്വവർഗരതി ചെയ്യുന്ന ആളുകൾ അവർക്ക് ഇപ്പോൾ പ്രത്യുൽപാദനം എന്നൊരു വിഷയം മാത്രം എടുക്കാം. ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് ഭാവിയിൽ അവർക്ക് കുഞ്ഞുണ്ടാവുക, പിന്നീട് ഒരു തലമുറയായി മാറുക. അങ്ങനെയാണ് ഇവിടെ മനുഷ്യകുലം തന്നെ നിലനിൽക്കുക എന്ന് നമുക്കറിയാം. എന്നാൽ സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ഒരു ഗേ കപ്പിൾ അവർ ഏത് കുട്ടിയാണ് സമ്മാനിക്കുന്നത്? ഒരു ലെസ്ബിയൻ കപ്പിൾ അവർക്ക് എങ്ങനെയാണ് പ്രത്യുൽപാദനത്തിന് ഉത്തരം നൽകാൻ സാധിക്കുക? അപ്പം അതിന് യാതൊരു ഉത്തരവും അവർക്കില്ല. ഇനി വേറൊരു ആംഗിൾ നോക്കാം. ആ വ്യക്തിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ഒരു ആണും തമ്മിൽ ഗേ കപ്പിളാണ് നമ്മൾ വിചാരിക്കുക. അവർ ആ വ്യക്തിയെ തന്നെ അവർക്ക് മാനസികമായും ശാരീരികമായിട്ടൊക്കെ ഉണ്ടാകുന്ന വലിയ രൂപത്തിലെ പ്രയാസങ്ങൾ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന വ്യക്തി ഒരുപാട് ഗേ കപ്പിൾസിനെ എടുത്ത് സ്റ്റഡി ചെയ്തപ്പോൾ പഠിച്ചത് അവർക്ക് ഒരുപാട് ആളുകൾക്ക് ഐഡന്റിറ്റി ക്രൈസിസ് അവർ നേരിടുന്നുണ്ട്. സ്വന്തം സ്വത്വത്തെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള പ്രയാസങ്ങളിലേക്ക് അവരെത്തുന്നുണ്ട്. ഇനി ശാരീരികമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാടധികം ലൈംഗികമായ രോഗങ്ങൾ ഈ ആളുകൾ പടർത്തുന്നുണ്ട്. എങ്ങനെയാണ് ലൈംഗികമായി സമൂഹത്തിൽ ഒട്ടനവധി രോഗങ്ങൾ പടർത്തുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മൾ എതിർക്കാതിരിക്കുക? അവർ ചെയ്യുന്ന ആ പ്രവൃത്തി മൂലമാണ് ആ രോഗങ്ങൾ പടർത്തുന്നതെങ്കിൽ എത്രത്തോളം രോഗങ്ങൾ? എയ്ഡ്സ് നമുക്കറിയാം, HIV എന്ന എയ്ഡ്സ് രോഗം, പിന്നെ അതുപോലെ തന്നെ സിഫിലിസ്, ഗൊണീറിയ, ക്ലമീഡിയാസിസ് തുടങ്ങിയ ഒരുപാടധികം രോഗങ്ങൾ. എത്രത്തോളം അറിയങ്ങൾ? സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആളുകൾക്കുണ്ടാവുന്ന മറ്റൊരു പ്രതിഭാസമാണ് ആനൽ ഇൻകോണ്ടിനൻസ്. അവർ പിന്നെ ഗുദഭോഗത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ ആനൽ ഇൻകോണ്ടിനൻസ് എന്ന ഒരു പ്രതിഭാസം അവർക്ക് ഉണ്ടാകുന്നത് കൊണ്ട് സ്വന്തമായി നന്നായി ഒന്ന് മലം പുറത്തുവിടാൻ കഴിയില്ല, അവർക്ക് വിസർജനത്തിൽ ഏർപ്പെടാൻ കഴിയില്ല, സ്വന്തം ഒന്ന് ബാത്റൂമിൽ പോയിരുന്ന് ഒന്ന് അമർത്തി മുക്കാൻ കഴിയില്ല എന്നാണ് പച്ചയ്ക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം. അടിച്ചോക്കൂ, ഇത്തരം പ്രയാസം അവർ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ആക്റ്റിൽ അവർ ഏർപ്പെടുന്നത് മാത്രമാണ്. എങ്ങനെ പിന്നെ അവർക്ക് ന്യായീകരിക്കാൻ കഴിയുക? വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടും സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ, കുടുംബ തലത്തിൽ നോക്കുകയാണെങ്കിൽ എന്തൊരു കുടുംബ സംവിധാനം അവർ പകരുന്നത്? ഒരു ഉമ്മയും അമ്മയിൽ നിന്നുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട, ഇവർ പലപ്പോഴും പറയാറുള്ള ഒരു പരിഹാരം നമുക്ക് അഡോപ്റ്റ് ചെയ്താൽ പോരെ എന്നാണ്. കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത് ദത്തെടുത്താൽ പോരെയെന്ന്. ഈ ദത്തെടുക്കുന്ന കുട്ടികൾ നടത്തിയ പഠനങ്ങൾ പറയുന്നുണ്ട് പല കുട്ടികളും ഇത്തരത്തിൽ പല ആന്റി സോഷ്യൽ ആക്ടിവിറ്റികളിലും സാമൂഹ്യ വിരുദ്ധമായ പല കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ടെന്ന്. കാരണം ഒരു ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് കിട്ടേണ്ട കെയറോ അറ്റൻഷനോ ഈ കുട്ടികൾ കിട്ടുന്നില്ല. അത്തരത്തിൽ ദത്തെടുത്ത കുട്ടികൾ പലരും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന ADHD പോലുള്ള പല അസുഖങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാമൂഹ്യപരമായിട്ടും കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമുള്ള ആളുകൾ സ്വന്തം ഇഷ്ടമല്ലേ, താല്പര്യമല്ലേ, മനസ്സിന്റെ തോന്നലല്ലേ എന്ന ഒരു ആംഗിൾ മാത്രം മുൻവലിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ ശരിയാണ് എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എതിർക്കാതിരിക്കാൻ സാധിക്കുക? ഇവിടെ ഈ നിയമങ്ങൾ മാറി വരുന്നത് പോലെ, നേരത്തെ അമേരിക്കയുടെ കാര്യം പറഞ്ഞു, അമേരിക്കയിൽ ഇനി മുതൽ 2 ജെൻഡേഴ്സ് ഉള്ളൂ എന്ന് അവിടുത്തെ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു. കുറച്ച് മുമ്പ് വരെ പിന്നെ അമേരിക്കയിൽ 72 ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ 2 ജെൻഡേഴ്സാണ്. ഇനി ഭാവിയിൽ എന്താവും നമുക്കറിയില്ല.
ഇങ്ങനെ മാറി മാറി വരുന്ന നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ശരിതെറ്റുകളെ വീക്ഷിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു മാനദണ്ഡം അതാക്കി മാറ്റുമ്പോൾ ഒരിക്കലും അതിനൊരു അടിസ്ഥാനമില്ല എന്ന കാര്യം ചുരുക്കത്തിൽ ഒന്ന് തിരിച്ചറിയുക. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ഒരു പഠനം പറയുന്നുണ്ട് ശാസ്ത്രീയമായി ഇത്തരത്തിൽ. പിന്നെ 989 നടന്നൊരു പഠനപ്രകാരം LGBTQ ആക്ടിവിസ്റ്റുകൾ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഇത്തരത്തിൽ സ്വവർഗ ലൈംഗികത അടക്കമുള്ള ആശയങ്ങൾ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവം അവർ തന്നെ ചില അജണ്ടകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൽപ്പെട്ടൊരു പഠനമാണ് പിന്നെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന പേരിൽ 2 ഗേ കപ്പിൾസ് ആയിട്ടുള്ള ആളുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ചില പഠനങ്ങൾ. അവർ 6 പോസ്റ്റ്ലേറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമതൊരു പറയുന്നത് ടോക്ക് ആസ് മച്ച് ആസ് പോസിബിൾ. ഈ സ്വർഗ ലൈംഗികതയെ പറ്റി സമൂഹത്തിലൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി നിങ്ങൾ നന്നായി സംസാരിക്കുക, ഉറക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. 2, പോർട്രേ LGBT പീപ്പിൾ ആസ് വിക്ടിംസ് ഓഫ് ഹെയ്റ്റ്. അവരെ ഈ LGBT വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ അവരൊരു ഹെയ്റ്റിന്റെ ഇരയായിക്കൊണ്ട്, ഒരു വിദ്വേഷത്തിന്റെ ഇരയായിക്കൊണ്ട് ചിത്രീകരിക്കുക. ഒരു ഇരവാദം, അത്തരത്തിലൊരു സിമ്പതി അവർക്ക് പിടിച്ചു വരുന്ന രൂപത്തിൽ അവരെ ചിത്രീകരിച്ചെടുക്കുക. 3, മേക്ക് ആക്ടിവിസ്റ്റ് സൂപ്പർ ഹീറോസ്. ഇതിനെതിരെ ശബ്ദിക്കുന്ന ഈ LGBTക്ക് എതിരെ പിന്നെ അതിനുവേണ്ടി പിന്നെ ഉദ്ഘോഷണം നടത്തുന്ന ആളുകളെ സൂപ്പർ ഹീറോസ് ആക്കി മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. 4, മീഡിയകളോട് പറയുന്നത് മേക്ക് ദം റിപ്പീറ്റഡ്. അവരെ പറ്റി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. 5, ഇഫ് എനിബഡി ഡിസഗ്രി ദെൻ മേക്ക് ദം ഇൻടോളറന്റ് ഓർ ബാഡ്. ആരെങ്കിലും അതിനെ എതിർക്കുകയാണെങ്കിൽ അവരെ അസഹിഷ്ണുക്കളാക്കിക്കൊണ്ട് മോശക്കാരായി ചിത്രീകരിക്കുക. ഇപ്പം LGBTQനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞു നിയമവിധേയമല്ലേ എന്നൊക്കെ ചോദിക്കും, പല ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടും വരും ക്യാമ്പസുകളിലൊക്കെ. അങ്ങനെ അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ചില ഹോമോഫോബിക് ചാപ്പകൾ കുത്തിക്കൊണ്ട്, ട്രാൻസ്ഫോബിക് ചാപ്പകൾ കുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു കാലത്താണോ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ ചില അടച്ചാക്ഷേപിക്കുന്ന രൂപങ്ങളിൽ നിങ്ങൾ മാറുക. ഏറ്റവും 6മതായിട്ട് അവർ പറയുന്നുണ്ട് ന്യൂ സോഷ്യൽ കൾച്ചർ ഉണ്ടാക്കുക. അതായത് അവർക്കെതിരെ നമുക്ക് സംസാരിക്കുവാൻ പോലും പേടിയുള്ള രൂപത്തിലേക്ക് ഒരു സാമൂഹിക അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വളരെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗം മാത്രമാണ് സ്വവർഗ ലൈംഗികത. ഇന്നത് കൂടി വരാൻ ഒരു കാരണം എന്ന് വെച്ചാൽ അതിനൊരു സ്വീകാര്യത കിട്ടാനുള്ള കാരണം ഇത്തരത്തിൽ ഇതിനെതിരെ ശബ്ദിക്കുന്ന നമ്മുടെ ശബ്ദം പോലെ തന്നെ ഇതിനെ ന്യായീകരിക്കാനും വെളുപ്പിച്ചെടുക്കാനുമുള്ള ശ്രമങ്ങൾ ഇവിടെ കൊണ്ടുപിടിച്ച് പ്രത്യേകിച്ച് ഒരു മറൈൻ ഡ്രൈവ് പരിസരത്ത് അടക്കമുള്ള പല പ്രദേശങ്ങളും നടന്നു വരുന്നുണ്ട്. അതിനെതിരെ കൃത്യമായ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ മാത്രം വളരെ കൃത്യമായി തന്നെ പറഞ്ഞാൽ നമുക്കതിൻ്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത്.